അല്ലേ? ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹുവിനെ ശത്രുക്കൾ പിടികൂടി അദ്ദേഹത്തെ കൊണ്ടുപോയി അടിമച്ചന്തയിൽ വിറ്റിട്ട് വാങ്ങിയതാരാണ്? ബദറിൽ അദ്ദേഹം കൊണ്ടിട്ടുള്ള ഹാരിസിൻ്റെ മക്കളാണ് വാങ്ങിയത്. മക്കൾ സന്തോഷപൂർവ്വം കൊണ്ടുവന്നു, ഞങ്ങളുടെ കുപ്പയ്ക്ക് പകരമായിട്ട് ഇയാളെ കൊല്ലണം എന്ന് പറഞ്ഞു. ഏകകണ്ഠമായിട്ട് ഹുബൈറനെ കൊല്ലാൻ തീരുമാനിച്ചു. വീട്ടുതടങ്കലിൽ വെച്ചു. വീട്ടുതടങ്കലിൽ വെക്കുമ്പോൾ അങ്ങോട്ട് യാതൊരു സങ്കടവുമില്ല, സന്തോഷപൂർവ്വം ജീവിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തിരുന്ന വീട്ടുകാരിയായ പെണ്ണ് പിന്നെ ഇസ്ലാമിലേക്ക് വന്നു. ആ പെണ്ണ് പറയുന്ന വലിയ അത്ഭുതമാണ് ഞാൻ കണ്ടത്. ചങ്ങലയിൽ ബന്ധിതനായി കിടക്കുന്ന ഹുബൈബിൻ്റെ അടുത്ത് അകാലപ്പഴങ്ങൾ കാണാൻ സാധിച്ചു. അതെന്താ? വേനൽക്കാലത്തുണ്ടാകാത്ത പഴങ്ങൾ വേനൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് കണ്ടു. ശൈത്യകാലത്തുണ്ടാകാത്ത പഴങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കണ്ടു. എവിടെ നിന്നാണ് കൊടുത്തത്? ഞങ്ങളാരും കൊടുത്തിട്ടില്ല. എവിടെ നിന്നാണ് കൊടുത്തത്? ഞങ്ങളാരും കൊടുത്തിട്ടില്ല. വീട്ടുകാർ കൊടുത്തിട്ടില്ല, ആരും കൊടുത്തിട്ടില്ല. ബന്ധിയായി കിടക്കുന്ന അദ്ദേഹത്തിന് അള്ളാഹുവിങ്കൽ നിന്ന് ദിവ്യമായ ഭക്ഷണം കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ കൊല്ലാനുള്ള സമയമായപ്പോൾ ഹില്ലിൽ നിന്ന് ഹറമിൽ നിന്ന് ഹില്ലിലേക്ക് കൊണ്ടുപോയി. എല്ലാവരും വളഞ്ഞു നിന്ന് ഈ ശത്രുക്കൾ മുഴുവൻ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചങ്ങലയിൽ ബന്ധിതനാണ്. ഓടി രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല. മരണം സുനിശ്ചിതമാണ്. ശത്രുക്കൾ വാളുമായി കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് അവർ ചോദിക്കുന്നു, നിങ്ങൾക്ക് അന്തിമമായി വല്ല അഭിലാഷവുമുണ്ടോ, വല്ല ആഗ്രഹവുമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്. എന്താ പറയൂ? എനിക്കൊരാഗ്രഹം, 2 റക്അത്ത് ഒളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ നിങ്ങൾ അനുവാദം തരണം. അതായിക്കോട്ടെ. ഒളു എടുക്കാൻ അനുവാദം കൊടുത്തു. 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആഗ്രഹമുണ്ട്. 2 റക്അത്തിൽ ഞാൻ ചുരുക്കാനുള്ള കാരണം ഞങ്ങൾക്ക് മരിക്കാൻ പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിസ്കാരം നീട്ടുന്നത് എന്ന തെറ്റിദ്ധാരണ ഒരു വേള നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നില്ല. ഹുബൈബ് റളിയല്ലാഹു അൻഹു മരണത്തെ സ്വാഗതം ചെയ്യുന്നു. ആ സമയത്ത് അദ്ദേഹം പാടിയ ഈ രടികൾ വളരെ ഊഷ്മളമായ ഈരടികളാണ്. ഫലസ്തു ഉബാലിഹീന ഉഖ്തലു മുസ്ലിമ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റടി. ഫലസ്തു ഉബാലിഹീന ഉഖ്തലു മുസ്ലിമ, ഞാൻ മുസ്ലിമായി മരിക്കുമ്പോൾ, ഫലസ്തു ഉബാലിഹീന ഉഖ്തലു മുസ്ലിമ, മുസ്ലിമായിട്ട് ഞാൻ കൊല്ലപ്പെടുമ്പോൾ, വധിക്കപ്പെടുമ്പോൾ ഞാൻ എങ്ങനെ മരിക്കുന്നു എന്നത് എനിക്ക് വിഷയമല്ല. എൻ്റെ മക്കളെ കണ്ടുകൊണ്ട്, എൻ്റെ ഭാര്യയെ കണ്ടുകൊണ്ട് എൻ്റെ മെത്തയിൽ കിടന്ന് ഞാൻ മരിക്കുന്നതും ശത്രുക്കളുടെ വെട്ടയേറ്റു മരിക്കുന്നതും എനിക്ക് തുല്യമാണ്. എന്തുകൊണ്ട്? ഞാൻ മുസ്ലിമായിട്ടാണ്